എല്ലാവർക്കും നമസ്കാരം. കാർ ഇൻഫോ യൂട്യൂബ് ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, കാൽനട യാത്രക്കാർക്ക് വേണ്ടി, വാഹനം ഓടിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാം പാലിക്കാനുള്ളതാണ് എന്ന് ഏതൊരു കൊച്ചുകുട്ടിക്ക് വരെ അറിയാം. ഒരു പരിധിവരെയൊക്കെ നമ്മൾ ഓരോരുത്തരും ഈ നിയമങ്ങൾ പാലിക്കാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ ജോലി തിരക്കിന് കാരണം അല്ലെങ്കിൽ സമയക്കുറവ് കാരണം നമ്മൾ ലംഘിക്കുന്ന ഒരു ചെറിയ നിയമമുണ്ട്. പക്ഷേ പരസ്യത്തിൽ പറയുന്ന പോലെ അത് ലംഘിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് കഴിഞ്ഞ ദിവസമാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്നൊരു വാർത്തയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിനുള്ള ആധാരം. നമ്മൾ വാഹനം ഓടിക്കുന്നവരാണ്, വാഹനത്തിൽ മാത്രമേ സഞ്ചരിക്കുള്ളൂ, കാൽനട യാത്രയൊന്നും പതിവില്ല എന്നൊക്കെ ഒരു വിഭാഗം ആൾക്കാർ കരുതുന്നുണ്ടാവാം. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും വാഹനം പാർക്ക് ചെയ്ത് ഒന്ന് റോഡിൻ്റെ മറുവശത്തുള്ള കടയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ റോഡിലൂടെ കാൽനട യാത്രക്കാരനായി തന്നെ സഞ്ചരിക്കണം എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ആദ്യമേ പഠിക്കുക. അപ്പോൾ ഏതു നേരം നമ്മൾ വാഹനത്തിലൊന്നും സഞ്ചരിക്കുന്ന വ്യക്തിയല്ല. വാഹനത്തിൽ നിന്ന് എന്തായാലും നമ്മൾ റോഡിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും അപകടമില്ലാതെ കണ്ട് റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടി വെള്ള പെയിൻ്റ് അടിച്ച ഒരു വരയുണ്ട്. സീബ്ര ക്രോസിംഗ് എന്ന് പറയും, പെഡസ്ട്രിയൻ ക്രോസിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നമ്മൾ റോഡിൽ പല സ്ഥലത്തും കാണാം. നമ്മളെന്തെങ്കിലും തിരക്ക് പിടിച്ച് പോകുന്ന സമയത്താവും ഈ സീബ്ര ലൈനിൽ ഒരാൾ നിൽക്കുന്നത് കാണുന്നത്, അല്ലെങ്കിൽ ക്രോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ സൈഡിൽ എത്തിയിട്ടില്ല, നമ്മളെന്ത് ചെയ്യും, വെട്ടിച്ച് കയറി പോകാം എന്നൊക്കെ വിചാരിച്ച് കടന്നു പോകുന്നുണ്ടാവാം. പക്ഷേ ഇതിനടുത്തൊക്കെ ക്യാമറകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ക്രോസ് ചെയ്യുന്നവർ ഒരുപക്ഷെ സഹികെട്ട് ക്യാമറ വെച്ച് നമ്മുടെ ഫോട്ടോയോ വീഡിയോയോ എടുക്കുന്നുണ്ടെങ്കിൽ MVDക്ക് അയച്ചു കൊടുക്കാനുള്ള സംവിധാനത്തെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇത്തരത്തിൽ നമുക്കൊരു നിയമലംഘനത്തിന് പിഴ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് പെറ്റി അടച്ച് ഓൺലൈനിൽ ചലാനടച്ച് തീരുന്ന കാര്യമല്ല. ഇത് കോടതിയിലേക്ക് ഫോർവേഡ് ചെയ്യും. കോടതി കേസ് പരിഗണിച്ചതിന് ശേഷം മാത്രം പിഴ ഈടാക്കി കേസ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മൾ കോടതി നടപടികൾ നേരിടേണ്ടി വരും. മറ്റ് നിയമലംഘനങ്ങൾക്ക് കൈയോടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ കൈയോടെ നമുക്ക് ചലാനടച്ച് പോകാവുന്നതാണ്, യാത്ര തുടരാവുന്നതാണ്. ഇത് നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കും, നമ്മൾ അറിയാതെ കണ്ട് പിന്നീടായിരിക്കും നമുക്ക് ഇത് സമൻസ് പോലെയുള്ള നോട്ടീസ് ലഭിക്കുന്നത്, അറിയിപ്പ് ലഭിക്കുന്നത്. ഇപ്പോൾ കോടതി വ്യവഹാരമായി നമ്മൾ നടക്കേണ്ടി വന്നേക്കാം എന്ന് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് വളരെ ചെറിയൊരു കാര്യം പറയട്ടെ സുഹൃത്തുക്കളെ, സീബ്ര ലൈനിലുള്ള കാൽനട യാത്രക്കാരനാണ് റോഡിൽ മുൻഗണന എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക. നമ്മൾ വാഹനവുമായി ഇറങ്ങുന്ന സമയത്ത് റോഡിൽ സീബ്ര ലൈനിൽ എത്തുന്ന സമയത്ത് റോഡിൻ്റെ വശത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ക്രോസ് ചെയ്യാൻ വേണ്ട സാവകാശം നമ്മൾ കൊടുത്തേ സാധിക്കൂ. പലപ്പോഴും നമ്മൾ പേടിക്കുക, ബാക്കിൽ വരുന്ന മറ്റു വാഹനം നമ്മുടെ മേത്ത് വന്ന് ഇടിക്കുമോ എന്നുള്ള ഭയമൊക്കെ ഉണ്ടാവാം. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പരിശ്രമിച്ചാൽ നമുക്ക് നല്ലൊരു ട്രാഫിക് സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എല്ലാവരും സഹകരിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.